ബാലരാമപുരം മാർക്കറ്റിനുള്ളിൽ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന 25 കിലോയിലേറെ ലഹരി വസ്തുക്കൾ പിടികൂടി. നെയ്യാറ്റിൻകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ബാലരാമപുരം മാർക്കറ്റിനുള്ളിലെ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നുമാണ് ശംഭു, കൂൾ ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ലക്ഷങ്ങളുടെ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിൻ്റെ ഉപയോഗശൂന്യമായ കവറുകളും ഈ കെട്ടിടത്തിനുള്ളിൽ കുന്നുകൂടി കിടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബാലരാമപുരം മാർക്കറ്റ് കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘത്തിൻ്റെ നിരീക്ഷണവുമുണ്ടാകും. മാർക്കറ്റിനുള്ളിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ലഹരി വസ്തുക്കൾ ശേഖരിച്ചിരുന്നതെന്നും പ്രാഥമിക നിഗമനം. ലഹരി വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരുന്നു. ബാലരാമപുരം മാർക്കറ്റിനുള്ളിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി നിരവധി പേരാണ് പോലീസിനും എക്സൈസിനും പരാതി പറഞ്ഞിട്ടുള്ളത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പനക്കാരെ കണ്ടെത്തുന്നതിനായി വരും ദിവസങ്ങളിൽ ബാലരാമപുരം മാർക്കറ്റിനുള്ളിലും സമീപ പ്രദേശങ്ങളിലും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നിരീക്ഷണം ശക്തമായി നടക്കും.